4 എൻ്റെ സ്വപ്ന ഭവനത്തിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ എൻ്റെ ആ സ്വപ്ന ഭവനം നമുക്കൊന്ന് കയറി കണ്ടാലോ? വാ, ആദ്യം വലതുകാല് വെച്ചങ്ങോട്ട് കയറാം. തിരിഞ്ഞു. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഈ ഗഫൂർ മാഷിനെ നിങ്ങൾക്ക് അറിയില്ലേ? അന്ന് നമ്മുടെ കൂടെ വീഡിയോയിലുണ്ടായിരുന്നു, അന്ന് പാട്ടൊക്കെ പാടിയിട്ട്. ആ മാഷാണ് ഈ മാഷ്. അപ്പോൾ മാഷും മാഷിൻ്റെ വൈഫും കൂടെയാണ് വന്നത്. വൈഫ് അകത്തിരിപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബിന്ദു അമ്മ. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ വീഡിയോയുടെയും താഴെ കമന്റ് ഉണ്ടാവും ബിന്ദു അമ്മയുടെ. ഇത് ബിന്ദു അമ്മയും പിന്നെ ഹസ്ബൻഡും കൂടെയാണ് വന്നത്. പരിപാടിക്ക് വന്നതാണ്. ബിന്ദു അമ്മ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഗഫൂർ മാഷ് മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. പിന്നെ വേറൊരാളുണ്ടായിരുന്നു, ബൈജു ചേട്ടൻ തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് വേറെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ ബൈജു ചേട്ടനും മിക്ക ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ ഫാൻസാണ് കേട്ടോ. പിന്നെ വേറൊരാൾ കാണിച്ചത്, വീട് കാണിക്കാൻ പോയ ഞാൻ എന്തിനാണ് ഗൈസ് അങ്ങോട്ട് ഓടുന്നത്? ഇവർ ഓടുന്ന പാർട്ടിയാണ് കേട്ടോ. ക്യാമറ ഉണ്ടോ? ഓടുന്ന പാർട്ടിയാണ്. ഈ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഈ പൈസ കൊടുക്കത്തില്ലേ, പൈസ കൊടുക്കുന്ന സമയത്ത് എഴുതി വെക്കും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എഴുതാൻ വേണ്ടിയിട്ടിരിക്കുന്ന നാട്ടിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. ഒന്ന് അൻവർക്കായും ഒന്ന് ഉണ്ണിച്ചേട്ടനും അല്ലേ? പിന്നെ വേറൊരാളുണ്ടായിരുന്നു, മുങ്ങിയതാ. അത് പറഞ്ഞവിടെ എണ്ണാൻ വേണ്ടിയിട്ട് മാത്രം. ബിന്ദുമ്മയാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചേക്കാണ് ഉമ്മയും തന്ന്. എനിക്കും വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി ബിന്ദുമ്മ വന്നപ്പം. പിന്നെ ഗഫൂർ മാഷ് വന്നപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടോ. എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് വാച്ചാണ്, അതും കാസിയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാച്ചാണ്. എനിക്ക് ഒരെണ്ണേ കാസിയോടെ ഉള്ളായിരുന്നു, അത് കാണാതെ പോയി. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് നമ്മുടെ രാജധാനി ജ്വല്ലറിയിലെ ഷാജഹാൻ മാമ കേട്ടോ. രാജധാനി ഷാജഹാൻ മാമ. നമ്മുടെ ഐശ്വര്യയുടെ വീടിൻ്റെ പാല് കാച്ചിന് ഞാൻ എത്തിയതാണ്. ഐശ്വര്യയുടെ സ്വർഗമായ വീട്, ദൈവം തമ്പുരാൻ ഈ വീട് സ്വർഗമാക്കി കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ. താങ്ക് യു. കുറേ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടോ എനിക്ക്. അടുത്തത് നമ്മുടെ മേരി ആന്റിയും സുജാന്റിയും. ഇവർ രണ്ടുപേരും എൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. മേരി ആന്റിയും ഹസ്ബൻഡും പിന്നെ സുജാന്റിയും കൂടെയാണ് കേട്ടോ വന്നത്. ഇവർ 3 പേരും കൂടെയാണ് വന്നത്. ഇവിടെ വന്നു കുറേ നേരമൊക്കെ ഇരുന്നു. ഒത്തിരി സന്തോഷം മേരി ആന്റിയെ കാണാൻ പറ്റിയതിൽ. ഇത് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സാണ്. സിബി ടീച്ചർ, പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറായ നീതു ടീച്ചർ, സരിത ടീച്ചർ, പിന്നെ റംഷീന ടീച്ചർ, പിന്നെ ഞങ്ങളുടെ പഴയ എച്ചമായ ഷൈനി ടീച്ചർ. നമ്മുടെ ഇത്തിയുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ് കേട്ടോ. ടീച്ചേഴ്സും സാറുമാരും എല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു കേട്ടോ വന്നത്. അടിപൊളി, എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങ് പോയിരുന്നു. അടിപൊളി. അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. അടുത്തത് നമ്മുടെ അനാമിക ചേച്ചിയാണ് കേട്ടോ. അനാമിക ചേച്ചി അമ്മയും കൂടെ പോയിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഹനാത്തി വരുന്നത്. ഹനാ ഫാത്തിമയെ അറിഞ്ഞൂടെ? നമ്മുടെ ഈ അമൃത ടിവിയിലൊക്കെ സിംഗറായിട്ടുള്ള ഒരാളാണ്. നല്ല പാട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ ഹനാത്തിയൊക്കെ വന്ന് ഞങ്ങളിവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മെഗളിൽ പോയി എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. ഹനാത്തി അങ്ങനെ ജാടൊന്നുമില്ല കേട്ടോ, സാധാരണ പോലെ നിഷ്കളങ്കയാണ്. എൻ്റെ കൂടെ പറ്റിയ സാധനമാണ്, തുള്ളിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഹനാത്തി വന്നു സംസാരിച്ചു, എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. മറ്റേ ഒരു ബുൾസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ? ബുൾസ് എന്തുണ്ടാക്കാൻ പറ്റുമോ, എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം എനിക്ക് ബുൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു.
ഞാൻ സ്വന്തമായിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഇങ്ങോട്ട് വരും. ഇത് വളരെയധികം ഫോളോവേഴ്സും ഒത്തിരി അധികം സപ്പോർട്ടേഴ്സും ഉള്ള ഒരു കുട്ടിയാണ്. ഒരു എൻ്റെ പേരെന്താ? എനിക്ക് സംസാരിക്കാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പാലുകാച്ചിനാണ്. ഐഷുക്കുട്ടി അറിയും നിങ്ങൾക്ക്? വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ കണ്ണിലുണ്ണി ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഐഷു. ആശാനും പിള്ളേരെന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. സന്തോഷമുണ്ട് പുതിയ വീടൊക്കെ വെച്ച്? എനിക്കൊരു സ്വപ്നമായിരുന്നു ഒരു ഭവനം, ഒരു വീട് എന്നുള്ളത്. പൂർത്തിയായപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വേൾഡ് എന്ത് പറയുന്നത്, കഷ്ടപ്പാടിലാണ് ആണല്ലേ? ഇത് കഷ്ടപ്പാടിലാണ് ഇത്രയും നല്ലൊരു വീട്, അടിപൊളി വീട്. എനിക്ക് എല്ലാം ഇൻറ്റീരിയർ ഡിസൈനിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഐഷുവിനെ ഇനി സപ്പോർട്ട് ചെയ്യണം. ഐഷു ഇനി ഭാവിയിലെ ഒരു വലിയ ജേർണലിസ്റ്റോ ആരാവാൻ ആഗ്രഹം? എനിക്ക് കളക്ടറാണ്. ഓ നൈസ്. നല്ലൊരു കുട്ടിയായി വളരുക. താങ്ക് യു. അതിനകത്തേക്ക് വന്നിട്ട് പോയി ഒത്തിരി സന്തോഷമായി. ഈ കാണുന്നത് നമ്മുടെ സുധീർ മാമയാണ് കേട്ടോ. സുധീർ മാമ വന്നത് നമ്മുടെ ഡിഫൻഡർ കാറിലാണ്. അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? എന്നിട്ട് മാമ എന്നെ വണ്ടിയുടെ മുകളിലൊക്കെ കയറ്റി ഇരുത്തി വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ പട്ടാമ്പിന്ന് പ്രസാദേട്ടൻ, പാലക്കാടിന്ന് നിഷാദ് ബ്രോ, അങ്ങനെ ഒത്തിരി പേര് ദൂരീന്ന് വന്നവരുണ്ട്. അവരൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി താങ്ക് യു കേട്ടോ നിഷാദ് ബ്രോ, അതുപോലെ നമ്മുടെ പ്രസാദേട്ടൻ. ഒത്തിരി സന്തോഷം, താങ്ക് യു. ദേ ആ വണ്ടി വരുന്ന കണ്ട, അത് നിറച്ച ആളാണ് കേട്ടോ. അവരങ്ങ് ആലപ്പുഴയിൽ നിന്ന് വരികയാണ് എൻ്റെ പാലുകാച്ചിന്. പക്ഷേ അവർക്ക് വരുമ്പം അവിടെ ഫ്രണ്ടിൽ എൻ്റെ ഫ്ലെക്സ് ഒക്കെ ഒട്ടിച്ച് വെക്കായിരുന്നു, ഐഷുവിൻ്റെ പാലുകാച്ച് വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ്. ഇനിയിപ്പോൾ എന്തായാലും വന്നല്ലോ, അത് തന്നെ. അങ്ങനെ ഓരോരുത്തരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് വന്നിട്ടോ, നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും കുട്ടികളും, അങ്ങനെ കുറേ പേര് വന്നു. പിന്നെ ഇവിടെ രാത്രിയായപ്പോൾ നമ്മൾ ഫുൾ ലൈറ്റ് ഇട്ടു. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമല്ലേ കാണാൻ? രാത്രിയിൽ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മുടെ നിസാർക്കയാണ്, ബ്രദേഴ്സ് ജ്വല്ലറിയിലെ നിസാർക്കയും വൈഫും കൂടെയാണ് കേട്ടോ വന്നത്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരാണ് കേട്ടോ. എല്ലാ പാർട്ടിയിലെ ആൾക്കാരുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബാബുച്ചായൻ, ഇത് നമ്മുടെ മുമ്പത്തെ പ്രസിഡന്റ് ആയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായ സെയ്ദിക്ക, ഇത് നിസാമിക്ക, പിന്നെ നമ്മുടെ സുരേഷ് അണ്ണൻ, അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു നേതാക്കന്മാര്. അപ്പോൾ വന്നതിൽ ഒത്തിരി സന്തോഷം. വരുന്നത് നമ്മുടെ സേതുലക്ഷ്മി ടീച്ചറാണ് കേട്ടോ. സേതുലക്ഷ്മി ടീച്ചറും പിന്നെ സദാശിവൻ പിള്ള സാറും. അപ്പോൾ അവരൊക്കെ വന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ട് പോവാണ് കേട്ടോ. വണ്ടാനത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഉദ്ഘാടനം ചെയ്തില്ലായിരുന്നോ ഞാനും ബിജുക്കുട്ടൻ ചേട്ടനും കൂടെ? അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ് ഇത് റഷീദിക്കായും വർഗീസ് തൊരൻ സാറും. ഇവർ രണ്ടുപേരും ഇലക്ഷന് മത്സരിച്ച് രണ്ടുപേരും ജയിച്ച 2 സ്ഥാനാർത്ഥികളാണ് കേട്ടോ. പിന്നെ ഭക്ഷണം നമ്മൾ ഒരുക്കിയിരുന്നത് അടിപൊളി ഫുഡായിരുന്നു. ബിരിയാണിയും പിന്നെ പൊറോട്ടയും അരിപ്പത്തിരിയും ചപ്പാത്തിയും പിന്നെ കപ്പയും മീൻകറിയും ചോറും കറികളും, അങ്ങനെ വിവിധ തരം കറികളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളി ഭക്ഷണമായിരുന്നു നമ്മൾ ഒരുക്കിയിരുന്നത്. അടിപൊളി ഫുഡായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നവരോട് ക്യാമറയും കൊണ്ടുപോയിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇത് മോശമല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ പരിപാടിക്ക് പങ്കെടുത്ത കുറച്ച് പേര് ഇപ്പോൾ ഉണ്ട്. അവരോട് നമുക്ക് പോയി ചോദിക്കാം. അവരോടൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ പരിപാടിക്ക് പങ്കെടുത്ത കുറച്ച് പേരൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു. വാ, പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി സൂപ്പർ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡായിരുന്നു പറയാൻ പറ്റുമോ? അടിപൊളി ഫുഡായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു. കൊള്ളാം. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി അതിഗംഭീരമായിരുന്നു. നമ്മുടെ ഫുഡിന്റെ പരിപാടി
പരിപാടിയൊക്കെ ചെയ്തിരുന്നത് ഫ്രണ്ട്സ് കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ. അവർ കേരളത്തിൽ എവിടെ വേണേലും വന്ന് ചെയ്യും. കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ. നമ്മുടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പാലുകാച്ചിൻ്റെ? കൊള്ളത്തിലായിരുന്നു. ഞാൻ ഇത് ഇട്ടു. പിന്നെ ആ ഏറ്റവും ലാസ്റ്റ് ഫുഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഒരാളില്ലേ, ആ മുഖം ഒന്ന് ഓർത്ത് വെച്ചത്. എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ കൈകാര്യം ചെയ്തേര്. ചുമ്മാ പറഞ്ഞാട്ടാ. അതെൻ്റെ കൊച്ചാപ്പയാണ്. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അതൊന്നും അങ്ങനൊന്നും ചെയ്യല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഞാനങ്ങനെ പലതും പറയും. ഇത് കണ്ടില്ലേ ഈ ബോർഡ്? ഇത് ദൂരേന്ന് വരുന്നവർക്ക് വഴി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചൊരു ബോർഡാണ്. സാധാരണ ആർച്ചാണ് വെക്കുന്നത്. ഇത് നമ്മൾ ഇതിലേന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇത് ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ ഇങ്ങനെ എടുത്തോണ്ട് വന്നു. പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അടച്ച് വെച്ചേക്കാണ്. ഇത് തിരിച്ച് വെച്ചായിരുന്നേ പട്ടി ഇതിലേന്ന് പറഞ്ഞേക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങ് കയറി പൊക്കിയോളൂ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ പാലുകാച്ചിന് വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷം. ഒത്തിരി പേര് വന്നു. അവരെല്ലാവരോടും, വരാത്തവരോടും വന്നവരോടും എല്ലാവരോടും ഒത്തിരി താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല, അത് ലോങ് ആയി പോവും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി അടുത്ത ആരും കമൻ്റ് ഇടരുത്, പരിഗണിക്കാത്തെടുത്ത് പോകരുത് എന്നും പറഞ്ഞു. പ്ലീസ്, പൊന്നല്ലേ. നമ്മൾ വിളിച്ചിട്ട് വരാത്ത കുറേ പേരുണ്ട്. ആനയും കൊക്കും വന്നില്ല, അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീട് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ നമ്മൾ ഈ വീട് ഫുള്ളായിട്ട് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇരുന്നായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.